അഗ്നി ഫോൺ കട്ട് ചെയ്തു. അവൻ എഴുന്നേറ്റു. ഗ്ലാസിൻ്റെ അടുത്തേക്ക് നടന്നു. താഴേക്ക് നോക്കി. മുംബൈ നഗരം. ഈ നഗരം മുഴുവൻ അവൻ്റേതാണ്. പക്ഷെ അവൻ്റെ ലോകം അത് 35 നില താഴെയല്ല. അത് അടുത്ത ക്യാബിനിലിരിക്കുന്നു. ഫോൺ നോക്കി ചിരിക്കുന്നു. അവൾക്കറിയില്ല അവൾക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തുവെന്ന്. ലഞ്ച് ബ്രേക്ക്. നക്ഷത്രയുടെ ക്യാബിൻ ഡോറിൽ മുട്ട്. കമിൻ. അവൾ നിവർന്നു നോക്കാതെ പറഞ്ഞു. ഡോർ തുറന്ന് ഒരു പയ്യൻ വന്നു. 20 വയസ്സ്. യൂണിഫോം ഉണ്ട്. കയ്യിലൊരു ബാഗ്. മാഡം, ലഞ്ച്? ലഞ്ച് ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ. സർ ഓർഡർ ചെയ്തു മാഡം. അഗ്നി സർ. ഡെയിലി 1 PM നിങ്ങൾക്കിഷ്ടമുള്ള ഫുഡ്. ടുഡേയ്സ് മെനു വെജ് ബിരിയാണി, പനീർ ബട്ടർ മസാല, ഗുലാബ് ജാമുൻ. സർ പറഞ്ഞു നിങ്ങൾക്ക് സ്വീറ്റ് ഇഷ്ടമാണെന്ന്. നക്ഷത്രയുടെ വായ തുറന്നു പോയി. എനിക്ക് സ്വീറ്റ് ഇഷ്ടമാണെന്ന് സാറിനെങ്ങനെ അറിയാം? അവൾ ബാഗ് തുറന്നു. അടിപൊളി ഫുഡ്. അവളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അവളുടെ കണ്ണിൽ സംശയം നിറഞ്ഞു. ഇത്രയും കെയർ അതെന്തിനാ? അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. അഗ്നിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് നടന്നു. ഡോറിൽ മുട്ടാതെ തുറന്നു. അഗ്നി ഫോണിലായിരുന്നു. അവളെ കണ്ടതും ഫോൺ കട്ട് ചെയ്തു. ഇത് ലഞ്ച് എന്തിനാ? അഗ്നി അവളെ നോക്കി. യു ഡിഡ്ന്റ് ഈറ്റ് യെസ്റ്റർഡേ മോർണിംഗ്. യു ഹാഡ് ഓൺലി ടീ. യു നീഡ് ടു ഈറ്റ്. സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും. ബട്ട് എങ്ങനെ അറിഞ്ഞു എനിക്ക് ഗുലാബ് ജാമുൻ ഇഷ്ടമാണെന്ന്? അഗ്നി ഒരു നിമിഷം നിശബ്ദനായി. പറയാൻ പറ്റില്ല. 3 വർഷമായി ഞാൻ നിന്നെ വാച്ച് ചെയ്യുന്നുവെന്ന്. നീ തട്ടുകടയിൽ ഗുലാബ് ജാമുൻ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നീ അത് കഴിക്കുമ്പോൾ നിന്റെ കണ്ണടയുന്നത് ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. ലക്കി ഗസ്. ലക്കി ഗസ്? അവൾ കണ്ണുകൾ ചുരുക്കി. എന്തോ അതവൾ വിശ്വസിച്ചില്ല. അഗ്നി അവളുടെ അടുത്തേക്ക് നടന്നു. 2 അടി ദൂരത്തിൽ നിന്നു. ബിക്കോസ്. അവൻ നിർത്തി. പറയണോ? സത്യം പറയണോ? ബിക്കോസ് ഐ ലവ് യു എന്ന്. ബിക്കോസ് 3 വർഷമായി ഞാൻ നിനക്ക് വേണ്ടി ഭ്രാന്തനായി ജീവിക്കുന്നുവെന്ന്. അവൻ ആലോചിച്ചു. ബിക്കോസ് യു ആർ മൈ എംപ്ലോയി, മൈ ബെസ്റ്റ് എംപ്ലോയി. ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ. കള്ളം. വീണ്ടും ഒരു കള്ളം. രണ്ടും അവൾക്ക് വേണ്ടി. നക്ഷത്രയുടെ മുഖം വാടി. ഓ, എംപ്ലോയി. ഓക്കെ, റൈറ്റ്. അവൾ എന്തോ പ്രതീക്ഷിച്ചു. എന്താണ് അവൾക്കറിയില്ല. പക്ഷേ എംപ്ലോയി എന്ന വാക്ക് അതവളെ വേദനിപ്പിച്ചോ? അവൾ തിരിഞ്ഞു നടന്നു. താങ്ക് യു സർ. സർ? വീണ്ടും സർ? അഗ്നിയുടെ മുഖവും കൈയും മുറുകി. അവനത് സമ്മതിക്കില്ല. ഈവനിങ് 6 PM. അഗ്നി കോർട്ട് പാർക്കിംഗ്. നക്ഷത്ര ഓഫീസിൽ നിന്നിറങ്ങി. പുറത്ത് രവി ഓടിയുമായി വെയിറ്റ് ചെയ്യുന്നു. മാഡം, കാർ റെഡിയാണ്. രവി ഭയ്യ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. പ്ലീസ് സാറിനോട് പറയരുത്. അയ്യോ മാഡം, സാറിൻ്റെ ഓർഡറാണ്. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി പോകും മാഡം. നക്ഷത്രയ്ക്ക് സങ്കടം തോന്നി. ഇവരെയും അവൻ പേടിപ്പിച്ചിരിക്കുന്നു. അവൾ കാറിൽ കയറി. കാർ മെല്ലെ നീങ്ങി. ഫ്ലോറിൽ ഗ്ലാസിൻ്റെ പിന്നിൽ അഗ്നി നിൽക്കുന്നു. അവൾ പോകുന്നത് നോക്കി. അവൾ സേഫായി വീട്ടിലെത്തുന്നത് വരെ അവനിനി അവിടെ തന്നെ നിൽക്കും. വിക്രം അവിടേക്ക് വന്നു. ബോസ്, വീട്ടിൽ പോകുന്നില്ലേ? 2 ദിവസമായി ഇവിടെ തന്നെ. ഇല്ല. അവൾ വീട്ടിലെത്തി മെസ്സേജ് വരുന്നത് വരെ. ബോസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? മാഡമിനോട് എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? ബോസ് അവരെ സ്നേഹിക്കുന്നുവെന്ന്. 3 വർഷമായെന്ന്. എന്തിനാണ് ബോസ് ഈ ഒളിച്ചുകളി? അഗ്നി തിരിഞ്ഞ് വിക്രമിനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണിൽ ഒരു വേദന. ലോകം കാണാത്ത വേദന. കാരണം വിക്രം, ഞാൻ സ്നേഹിച്ച അത് സ്നേഹമല്ല, അത് ഭ്രാന്താണ്. ഞാൻ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ അവളെ എൻ്റെ മനസ്സിൽ പൂട്ടിയിടും. പുറം ലോകം കാണിക്കാതെ, ആരും അവളെ നോക്കാതെ, ആരും അവളോട് സംസാരിക്കാതെ. ഷീ വിൽ ബി മൈൻ, ഓൺലി മൈൻ. അത് ലവ് അല്ല വിക്രം, അത് ജയിലാണ്. എനിക്കറിയാം ഞാൻ ഇങ്ങനായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവളെ ദൂരെ നിന്ന് സ്നേഹിക്കും. അവൾ അറിയാതെ. അവൾ സന്തോഷമായിരിക്കട്ടെ, അവൾ ഫ്രീ ആയിരിക്കട്ടെ.
ഞാൻ ഞാൻ വിക്രമിൻ്റെ കണ്ണ് തള്ളി. ഇതാണോ പ്രണയം? ഇത് ഭ്രാന്തമായ പ്രണയം. നക്ഷത്ര വീട്ടിലെത്തി. മോളെ, ഇതാരാ കൊണ്ടുവിട്ടത്? ഓഫീസിലെ കാറാണമ്മേ, ബോസ് അയച്ചതാ. ചേച്ചി, അഗ്നി സാറിൻ്റെ കാറാണോ? വാവ്, ഫോട്ടോ എടുത്തോ? എൻ്റെ പൊന്നു മീര, നീ വല്ലതും പഠിക്കാൻ നോക്ക്. മീര അവളെ കൊഞ്ഞനം കുത്തി. അവളത് ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി ഫോണെടുത്തു. അഗ്നിയുടെ നമ്പർ എ. അവൾ ടൈപ്പ് ചെയ്തു. സർ, റീച്ച്ഡ് ഹോം സേഫ്റ്റ്ലി, താങ്ക് യു. സെൻഡ് ചെയ്യാൻ പോയി, പിന്നെ ഡിലീറ്റ് ചെയ്തു. അഗ്നി, റീച്ച്ഡ് ഹോം, താങ്ക് യു, സെൻഡ്. ഫോൺ ബീപ്പ് ചെയ്തു. അഗ്നി സ്ക്രീൻ നോക്കി. അഗ്നി, റീച്ച്ഡ് ഹോം, താങ്ക് യു. അവൻ്റെ കണ്ണ് തിളങ്ങി. അവൻ റിപ്ലൈ ടൈപ്പ് ചെയ്തു. ഗുഡ്, സ്ലീപ്പ് ഏർലി, ടുമോറോ 9 AM മീറ്റിംഗ്. സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവൻ ഒരു വരി കൂടി ചേർത്തു, സ്വീറ്റ് ഡ്രീംസ്. പിന്നെ ഡിലീറ്റ് ചെയ്തു. ടു പേഴ്സണൽ, ഗുഡ്, സ്ലീപ്പ് ഏർലി, ടുമോറോ 9 AM മീറ്റിംഗ്. നക്ഷത്ര മെസ്സേജ് വായിച്ചു. സ്ലീപ്പ് ഏർലി. അവൻ വീണ്ടും കെയർ ചെയ്യുന്നോ? അവൾ റീപ്ലൈ ചെയ്ത് ഓക്കെ, ഗുഡ് നൈറ്റ്. അഗ്നി വീണ്ടും മെസ്സേജ് വായിച്ചു 1000 തവണ. എന്നിട്ടും അവന് മതിയാകുന്നില്ല. പിന്നെ അവൻ തൻ്റെ കാർ കീ എടുത്തു. വീട്ടിൽ പോവാറായി. ഇല്ല, അവളുടെ വീടിൻ്റെ താഴെ പോവാറായി. അവൾ ഉറങ്ങുന്നത് വരെ കാവൽ നിൽക്കാൻ. കാരണം അവൻ അഗ്നിദേവ് റായ്ചന്ദ്, ഡെവിൾ, സൈക്കോ ലവർ, ഗാർഡിയൻ, എവരിതിങ് ഫോർ ഹെർ. അവൾ അറിയാതെ. നക്ഷത്രയുടെ വീട്. പിറ്റേന്ന് രാവിലെ 7 മണി. സൂര്യൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. പക്ഷേ നക്ഷത്രയുടെ ഉറക്കം പോയി. രാത്രി മുഴുവൻ സ്വപ്നം. അവൻ, അഗ്നി, കാറിൽ നിന്നിറങ്ങി വരുന്നു, സ്ലീപ്പ് എന്ന് പറയുന്നു. അവൻ്റെ കണ്ണുകൾ, ആ കണ്ണുകൾ എന്തിനാ ഇങ്ങനെ എൻ്റെ പിന്നാലെ വരുന്നത്? അവൾ എഴുന്നേറ്റു. വിൻഡോയുടെ അടുത്തേക്കോടി. കർട്ടൻ മാറ്റി താഴേക്ക് നോക്കി. റോഡ് ശൂന്യം. ഒരു നിമിഷം അവളുടെ നെഞ്ചിലൊരു വേദന. തോന്നലാകും, അല്ലിൽ തന്നെ അയാൾക്ക് വട്ടല്ലേ. ചേച്ചി, എന്താ രാവിലെ തന്നെ ഹീറോയിൻ പോലെ വിൻഡോയിൽ നിൽക്കുന്നേ? മീര പിന്നിൽ നിന്ന് ചാടി വീണു. സ്കൂൾ ബാഗ് തോളിൽ. അഗ്നി സാറിനെ നോക്കുവാണോ? രാത്രി മുഴുവൻ താഴെ ഉണ്ടായിരുന്നു അദ്ദേഹം. നക്ഷത്രയുടെ മുഖം ചുവന്നു. ഏയ്, ഒന്നുമില്ല. കോടീശ്വരനായ സാറെന്തിനാ ഇവിടെ വരുന്നേ? നിനക്ക് വട്ട. നീ സ്കൂളിൽ പോകാൻ നോക്ക്. ഇങ്ങനെ ഒരു വായാടി. മീര കണ്ണിറുക്കി. ചേച്ചിയുടെ കവിള് ചുവക്കുന്നത് കണ്ട് അറിയാം ചേച്ചിക്ക് ആളോട് ക്രഷാണെന്ന്. നക്ഷത്ര തലയിൽ കൈവച്ചു പോയി. മീരേ, നിന്നെ ഞാൻ കൊല്ലും. മീര ചിരിച്ചുകൊണ്ടോടി. പോകുന്ന പോക്കിൽ വിളിച്ചു പറഞ്ഞു, സാരി ഉടുക്ക് ചേച്ചി, ബോസിനെ ഇംപ്രസ് ചെയ്യാം. നക്ഷത്ര മിററിൻ്റെ മുന്നിൽ നിന്നു. ക്രഷ്? അവനോടോ? പക്ഷേ അവൾ കണ്ണടച്ചു. ഇന്നലെ യു ആർ സ്ട്രോങ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരും അവളെ അങ്ങനെ നോക്കിയിട്ടില്ല. അവൻ്റെ കണ്ണുകൾ, അത് തണുത്തതാണ്. പക്ഷെ തണുപ്പിൻ്റെ അടിയിൽ ഒരു അഗ്നിപർവ്വതം ആളുന്നു. അവൾക്ക് വേണ്ടി മാത്രം എരിയുന്ന അഗ്നിപർവ്വതം. അതവൾ അറിയുന്നില്ല. ഛേ, അവൾ തല ഉടഞ്ഞു. ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? അവൻ എൻ്റെ ബോസാണ്. 2 ലക്ഷം സാലറി തരുന്ന ബോസ്. അത്രമാത്രം. പക്ഷേ അവളുടെ ഹൃദയം സമ്മതിച്ചില്ല. അത് അഗ്നി അഗ്നി എന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. അവൾ വാർഡ്രോബ് തുറന്നു. ഇന്നൊരു ലൈറ്റ് ബ്ലൂ ചുരിദാർ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്തിനാ? അവൾക്കറിയില്ല. അല്ല, അറിയാം. നക്ഷത്ര ലിഫ്റ്റിൽ നിന്നിറങ്ങി. അവളുടെ ക്യാബിൽ ഒരു പുതിയ ഫ്ലവർ വേസ്, വൈറ്റ് ലൈറ്റ്, അവളുടെ ഫേവറേറ്റ്. ഇതൊക്കെ അവനെങ്ങനെ അറിഞ്ഞു? അവളുടെ കണ്ണ് മിഴിഞ്ഞു. അവൾ പതിയെ ഫ്ലവറിൽ തൊട്ടു. അവൻ്റെ ശ്രദ്ധ, അവൻ്റെ കെയർ. ഇത് എംപ്ലോയീസിന് കൊടുക്കുന്നത് തന്നെയാണോ? അതോ? അവളുടെ മനസ്സ് കാട് കയറി. ഗുഡ് മോർണിംഗ്. ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഡോറിൽ അഗ്നി നിൽക്കുന്നു. ബ്ലാക്ക് സ്യൂട്ട്. ഇന്ന് ടൈയുണ്ട്. ബ്ലാക്ക്. അവൻ എപ്പോഴും ബ്ലാക്ക്. അവൻ്റെ ലോകം ബ്ലാക്കാണ്. പക്ഷെ അവൾ ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ചുരിദാറിൽ ഒന്ന് തങ്ങി. വെറും ഒരു നിമിഷം. പക്ഷേ ആ നിമിഷത്തിൽ അവൻ്റെ ലോകം മുഴുവൻ ബ്ലൂ ആയി. ഗുഡ് മോർണിംഗ് അഗ്നി സർ എന്ന് പറയാൻ പോയതാണ്. പക്ഷേ അഗ്നി എന്ന് വന്നു. അവൻ്റെ ചുണ്ടിലൊരു ചെറിയ ചലനം. അവൾ അവൻ്റെ പേര് വിളിച്ചു. അവൾക്കവനിപ്പോൾ സാറല്ല. ബ്ലൂ? കളർ സ്യൂട്ട് യു.
അവൻ പെട്ടെന്ന് തിരിഞ്ഞു. മീറ്റിംഗ് ഇൻ 10 മിനിറ്റ്സ്. ബോർഡ് റൂം കം. അവൻ നടന്നുപോയി. നക്ഷത്ര അവിടെ തന്നെ നിന്നു. സ്യൂട്ട്സ് യു. അവൻ കോംപ്ലിമെൻ്റ് പറഞ്ഞോ? അഗ്നിദേവ് റായ്ചന്ദ് കോംപ്ലിമെൻ്റ് പറഞ്ഞോ? എനിക്കോ? അവളുടെ കവിള് തുടുത്തു. കണ്ണാടിയിൽ നോക്കി. അവൻ ശ്രദ്ധിച്ചു എൻ്റെ ഡ്രസ്സ്, എൻ്റെ കളർ. അവളുടെ ഹൃദയം അതിപ്പോൾ അഗ്നിയുടെ നെയിമിലാണ് ഇരിക്കുന്നത്. ക്രഷ്. മീര പറഞ്ഞത് ശരിയാണ്. ദിസ് ഈസ് എ ക്രഷ്, എ ഡേഡ്ലി ക്രഷ്. ബോർഡ് റൂം. വലിയ ടേബിൾ, 20 ഡയറക്ടേഴ്സ്, എല്ലാവരും സ്യൂട്ട്. എല്ലാവരും പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. കാരണം മുന്നിൽ അവനാണ്, അഗ്നി. ടേബിളിൻ്റെ ഹെഡിൽ അഗ്നി. അവൻ്റെ വലതുവശത്ത് ഒരു എംറ്റി ചെയർ, നക്ഷത്രയ്ക്ക് വേണ്ടി. അവൾ പതിയെ വന്നിരുന്നു. എല്ലാവരുടെയും കണ്ണ് അവളിൽ. ആരാണിവൾ? സിഇഒൻ്റെ വലതുവശത്തിരിക്കാൻ മാത്രം പുതിയ PA? അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ ഇവൾ? എല്ലാവരിലും സെയിം ഭാവം. മീറ്റിംഗ് തുടങ്ങി. 5000 കോടിയുടെ ഡീൽ. ഡയറക്ടർ സംസാരിക്കുന്നു, ചാർട്ട്സ് കാണിക്കുന്നു, പ്രോഫിറ്റ് ലോസ് എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അഗ്നി ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ കണ്ണ് ലാപ്ടോപ്പിൽ. പക്ഷെ അവൻ്റെ മനസ്സ് മുഴുവൻ വലതുവശത്തിരിക്കുന്ന പെൺകുട്ടിയിൽ, അവൻ്റെ ജീവനിൽ. അവളുടെ വിരലുകൾ പെണ്ണിങ്ങനെ ചുറ്റിക്കുന്നു. നെർവസായ അവളങ്ങനെ ചെയ്യും, അതവനറിയാം. അവളുടെ മുടിയിൽ നിന്ന് അഴിച്ചിട്ടിരിക്കുന്നു. ലൈറ്റ് ബ്ലൂ ചുരിദാറിൽ അവളൊരു നക്ഷത്രം പോലെ, അവൻ്റെ ഇരുണ്ട ലോകത്തിലെ ഒരേ ഒരു നക്ഷത്രം. സർ, യുവർ ഒപ്പീനിയൻ? ഒരു ഡയറക്ടർ ചോദിച്ചു. അഗ്നി തലയുയർത്തി. പക്ഷെ അവൻ ഡയറക്ടറിനെ നോക്കിയില്ല. അവൻ നക്ഷത്രയെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ കണ്ടു. ഫസ്റ്റ് ടൈം പ്രോപ്പർ ഐ കോണ്ടാക്ട്. മീറ്റിങ്ങിൽ 20 പേരുടെ മുന്നിൽ വെച്ച്. അവളുടെ കണ്ണുകളിൽ പേടി, ആശ്ചര്യം, ചോദ്യങ്ങൾ, പിന്നെ ഒരു പുതിയ വികാരം. അവൾക്ക് പോലും പേരറിയാത്ത വികാരം. ക്രഷ്. അവൻ്റെ കണ്ണുകൾ ശാന്തം, ഒരു സമുദ്രം പോലെ. പക്ഷേ സമുദ്രത്തിൻ്റെ അടിയിൽ അഗ്നി. അവൾക്ക് വേണ്ടി മാത്രം എരിയുന്ന അഗ്നി. യു ആർ സേഫ് വിത്ത് മീ എന്ന് പറയുന്ന അഗ്നി. യു ആർ മൈൻ എന്നലർന്ന അഗ്നി. ഒരു നിമിഷം, ഒരു നോട്ടം. പക്ഷേ ആ നിമിഷത്തിൽ 2 ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാനിവിടെ ഉണ്ട്, പേടിക്കേണ്ട എന്നവൻ പറയാതെ പറഞ്ഞു. എന്തിന് എൻ്റെ നെഞ്ചിങ്ങനെ പടപട ഇടിക്കുന്നേ? അവൾ സ്വയം ചോദിച്ചുപോയി. അഗ്നി പതിയെ കണ്ണു മാറ്റി. ഡയറക്ടറിനെ നോക്കി. ഡീൽ റിജക്റ്റഡ്. ഒരേ ഒരു വാക്ക്. ഡയറക്ടർ ഞെട്ടി. ബട്ട് സാർ, 5000 കോടി. ഐ സെഡ് നോ. അവൻ്റെ ശബ്ദം തണുത്തുറഞ്ഞു. കാരണം അവളെ നോക്കിയപ്പോൾ അവൻ്റെ കൺട്രോള് പോയി. ഡീൽ എന്തിന്? ലോകം എന്തിന്? അവൾ മതി, അവൾ മാത്രം. മീറ്റിംഗ് എൻഡായി. എല്ലാവരും പോയി. നക്ഷത്ര എഴുന്നേറ്റില്ല. അവൾക്ക് കാലിൻ്റെ ബലം പോയതുപോലെ. ആ നോട്ടം, അവൻ്റെ കണ്ണുകൾ, അതിലവൾ വീണുപോയി. അഗ്നി അവളുടെ അടുത്തേക്ക് നടന്നു. സർ, ഞാൻ ഡീൽ എന്തിനാ റിജക്റ്റ് ചെയ്തേ? അഗ്നി അവളുടെ ചെയറിൻ്റെ കയ്യിൽ കൈവച്ചു. കുനിഞ്ഞു. അവരുടെ മുഖം അത് തമ്മിൽ ഒരടി ദൂരം. കാരണം നീ ഡിസ്ട്രാക്റ്റ് ആയിരുന്നു. നക്ഷത്രയുടെ ശ്വാസം നിലച്ചു. ഞാൻ കാരണം? നീ എൻ്റെ വലതുവശത്തിരുന്ന എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല നക്ഷത്ര. അവൻ്റെ ശബ്ദം വളരെ പതിഞ്ഞത്, ആരും കേൾക്കാത്തത്. കാരണം യു ആർ ദി ഓൺലി ബിസിനസ് ഐ കെയർ അബൌട്ട്. നക്ഷത്രയുടെ ലോകം തകർന്നു വീണു. യു ആർ ദി ഓൺലി ബിസിനസ് ഐ കെയർ അബൌട്ട്. അവൻ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് പ്രപ്പോസാണോ? കൺഫെഷനാണോ? അവളുടെ കണ്ണ് നിറഞ്ഞു. അഗ്നി, ഞാൻ. അപ്പോൾ ബോർഡ് റൂമിൻ്റെ ഡോർ ഒരു വലിയ ശബ്ദത്തിൽ തുറന്നു. ഒരാൾ അകത്തേക്ക് വന്നു. 30 വയസ്സ്, വൈറ്റ് സ്യൂട്ട്, കയ്യിൽ സിഗർ, മുഖത്ത് ഒരു ക്രൂരമായ ചിരി, കണ്ണിൽ ഒരുതരം ഭാവം. അഗ്നിയുടെ മുഖം മാറി. ശാന്തത പോയി, ചിരി പോയി. ഇപ്പോൾ അവിടെ മരണത്തിൻ്റെ തണുപ്പ്. നക്ഷത്ര പേടിച്ചെഴുന്നേറ്റു. ആരാണിയാൾ? എന്തിനാ അഗ്നിയുടെ മുഖം ഇങ്ങനെ മാറിയത്? അഗ്നി പതിയെ നിവർന്നു നിന്നു. നക്ഷത്രയുടെ മുന്നിൽ അവൾക്കൊരു കവചം പോലെ. വരുൺ സിംഗാനിയ. ആ പേര് പറഞ്ഞപ്പോൾ അഗ്നിയുടെ ശബ്ദം അത് മനുഷ്യൻ്റെ അല്ലായിരുന്നു. അത് നരകത്തിൽ നിന്ന് വന്നതുപോലെ. മിസ് മീ ബ്രദർ, 5 വർഷമായി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ? നിന്നെ കാണാൻ വന്നതാ. ആൻഡ് നിന്റെ പുതിയ ടോയെ കാണാൻ. അവൻ നക്ഷത്രയെ നോക്കി. അവൻ്റെ ആ നോട്ടം അത് അഴുക്ക് പുരണ്ടതായി തോന്നി അവൾക്ക്. സോ ദിസ് ഈസ് ഹെർ.
നക്ഷത്ര ശർമ്മ, ദി ഗേൾ ഹു മെയ്ഡ് ദി ഡെവിൾ ഫാൾ. അഗ്നിയുടെ കൈ മുറുകി. അവൻ അവളുടെ പേര് പറഞ്ഞു അവൻ്റെ വൃത്തികെട്ട നാവുകൊണ്ട്. നീ അവളെ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും വരുൺ. വരുൺ പൊട്ടിച്ചിരിച്ചു. പൊസസീവ്, ഐ ലൈക്ക് ഇറ്റ്. അഗ്നിദേവ് റായ്ചന്ദ് ഒരു പെണ്ണിന് വേണ്ടി. യു ആർ ലോസിങ് യുവർ മൈൻഡ്. അവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു നക്ഷത്രയുടെ നേരെ. ഹലോ ബ്യൂട്ടിഫുൾ, ഐ ആം വരുൺ, ദി മാൻ ഹൂ വിൽ കിൽ യുവർ ബോയ് ഫ്രണ്ട്. അഗ്നി മിന്നൽ പോലെ നീങ്ങി. ഒരു നിമിഷം കൊണ്ട് അവൻ വരുണിൻ്റെ കഴുത്തിൽ പിടിച്ചു. ഒറ്റ കൈകൊണ്ട് അവനെ പൊക്കിയെടുത്ത് വാളിൽ ചേർത്തിടിച്ചു. ഗ്ലാസ് വാൾ വിള്ളൽ വീണു. വരുൺ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വരുണിൻ്റെ കാതിൽ ശബ്ദം വിഷം പോലെ. അവൾ മൈ ഗേൾ ഫ്രണ്ട് അല്ല, ഷീസ് മൈ ലൈഫ് ആൻഡ് യു ജസ്റ്റ് സൈൻ യുവർ ഡെത്ത് വാറന്റ്. നക്ഷത്ര പേടിച്ച് പിന്നോട്ട് മാറി. ഇത് അഗ്നി തന്നെയാണോ? ഇത്രയും വയലന്റ്, ഇത്രയും? അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളുടെ ഞെട്ടൽ, കണ്ണിൽ ഭയം നിറഞ്ഞു. പക്ഷേ അവൻ അവൾക്ക് വേണ്ടി, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അവളുടെ ഹൃദയം അത് വല്ലാണ്ട് മിടിച്ചു. വരുൺ ചിരിച്ച് വായിലെ ചോര തുപ്പി. കിൽ മീ ദെൻ, ബട്ട് ഐ ഹാവ് ആൾറെഡി വോൺ. കാരണം നിന്റെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ചു. ഹർ നെയിം ഈസ് നക്ഷത്ര ആൻഡ് ഐ വിൽ ഡെസ്ട്രി ഹർ. അഗ്നിയുടെ കണ്ണ് ചുവന്നു. അഗ്നി ജ്വാലയായി മാറി. അഗ്നിക്ക് അവനെ കൊല്ലാനുള്ള വെറിയുണ്ട്. അവൾ അടുത്തുണ്ട് എന്നത് അവന് തടസ്സമായി. അവൻ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ ഭയന്നു വിറച്ച മുഖം. അവൻ പെട്ടെന്ന് കൈ അയച്ചു. വരുൺ താഴെ വീണു. ചുമച്ചുകൊണ്ട് ശ്വാസം വലിച്ചു. അഗ്നി തിരിഞ്ഞ് നക്ഷത്രയെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. കൈ വിറയ്ക്കുന്നു. അഗ്നിയുടെ ഹൃദയം നുറുങ്ങി. അവൻ കാരണം അവൾ പേടിച്ചു. ഇനി ഒരിക്കലും അത് സംഭവിക്കരുത് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. വിക്രം. അഗ്നിയുടെ ശബ്ദം ശാന്തം. പക്ഷേ ആ ശാന്തതയുടെ അടിയിൽ അഗ്നി എരിയുന്നുണ്ട്. യെസ് ബോസ്. വിക്രം ഓടി വന്നു. ഡോറിൻ്റെ പുറത്ത് അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മിസ്റ്റർ വരുൺ സിംഗാനിയെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോ. അവന് ചായ കൊടുക്ക്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്. അഗ്നിയുടെ ചുണ്ടിൽ ഒരു ചിരിയില്ല, പക്ഷേ കണ്ണിൽ മരണമുണ്ട്. വരുൺ ചിരിച്ചു. അവൻ്റെ ചുണ്ടിൽ ചോര കിനിയുന്നുണ്ട്. നിനക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആണോ ഞാൻ? ഞാൻ പോവുന്നില്ല അഗ്നി. ഞാൻ വന്നത് നിന്റെ നക്ഷത്രയെ കാണാൻ മാത്രമാണ്. വരുൺ വഷളൻ ചിരിയോടെ പറഞ്ഞു. അഗ്നി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. വരുൺ പിന്നോട്ട് നീങ്ങി. നീ ഇപ്പോൾ പോയില്ലെങ്കിൽ നിന്റെ ചോര കൊണ്ട് ഞാൻ ഈ ഫ്ലോർ കഴുകും. അവൻ്റെ ശബ്ദം വളരെ പതിഞ്ഞിരുന്നു. പക്ഷേ വരുൺ വിറച്ചു. വിക്രം വരുണിൻ്റെ കോളറിൽ പിടിച്ചു. വാ സർ, ഗസ്റ്റ് റൂമിൽ പോകാം. വരുൺ നക്ഷത്രയെ ഒന്നുകൂടി നോക്കി. ബ്യൂട്ടിഫുൾ. പിന്നെ അവൻ ചിരിച്ചുകൊണ്ട് വിക്രമിൻ്റെ കൂടെ പോയി. ഡോർ അടഞ്ഞു. ബോർഡ് റൂമിൽ നിശബ്ദത. നക്ഷത്രയുടെ ശ്വാസം ഇപ്പോഴും നേരെയായിട്ടില്ല. അഗ്നി പതി അവളുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖം ഇപ്പം ശാന്തം, ഒന്നും സംഭവിക്കാത്ത പോലെ. അറിയോ ഓക്കെ? അവൻ്റെ ശബ്ദം മൃദുവായി. ഇന്നലെ രാത്രി അവളോട് ചോദിച്ച അതേ ചോദ്യം, അതേ കെയർ. നക്ഷത്ര തലയാട്ടി. പക്ഷെ അവളുടെ കണ്ണിൽ 1000 ചോദ്യങ്ങളുണ്ട്. ആരാണ് വരുൺ? എന്തിനാണ് അവൻ നിങ്ങളെ ബ്രദർ എന്ന് വിളിച്ചത്? എന്തിനാണ് എന്നെപ്പറ്റി പറഞ്ഞത്? എന്തിനാണ് നിങ്ങളിത്ര ദേഷ്യപ്പെട്ടത്? പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് പേടിയാണ്. അഗ്നി അവളുടെ മുഖം വായിച്ചു. അവന് മനസ്സിലായി അവൾക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. അത് മാറ്റണം. അവൻ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് മാറി. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു. സിറ്റ്. അവൻ അവളുടെ ചെയർ ചൂണ്ടി. മീറ്റിംഗ് ഓവർ. ഇനി വർക്ക്. നക്ഷത്ര മെല്ലെ ചെയറിലിരുന്നു. കൈ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അഗ്നി തൻ്റെ ചെയറിൽ പോയിരുന്നു. ലാപ്ടോപ്പ് തുറന്നു. നത്തിങ് ഹാപ്പൻഡ് എന്ന പോലെ. വരുൺ സിംഗാനിയ, അവൻ പെട്ടെന്ന് പറഞ്ഞു. നക്ഷത്ര ഞെട്ടി നോക്കി. മൈ സ്റ്റെപ്പ് ബ്രദർ. അഗ്നിയുടെ കണ്ണ് സ്ക്രീനിൽ. 5 വർഷമായി കാനഡയിലായിരുന്നു. ഇപ്പം തിരിച്ചു വന്നു പ്രോപ്പർട്ടി ഷെയർ ചോദിക്കാൻ, അവൻ പറഞ്ഞു. ഓ. നക്ഷത്രയുടെ ശബ്ദം ചെറുതായി. അതുകൊണ്ടാണോ നിങ്ങൾ അവൻ്റെ കഴുത്തിൽ പിടിച്ചത്? അഗ്നി തല ഉയർത്തി അവളെ നോക്കി. യെസ്, ഹി ഡിസ്റെസ്പെക്റ്റഡ് യു. അവൻ്റെ ശബ്ദം ഉറച്ചതവൾ അറിഞ്ഞു. എൻ്റെ കമ്പനിയിൽ എൻ്റെ എംപ്ലോയിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത്രമാത്രം. അവൾ അവൻ്റെ എംപ്ലോയി മാത്രമാണ്. അവളുടെ നെഞ്ചിൽ എന്തോ ഒന്ന് കൊണ്ടു. അവൾ തല താഴ്ത്തി.
ഓക്കെ സർ. സോറി സർ. അഗ്നിയുടെ കൈ മുറുകി. വീണ്ടും സർ. അവൾ അവനെ സർ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ തീ കോരിയിടുന്ന പോലെ. നക്ഷത്ര, അവൻ വിളിച്ചു. അവൾ തല ഉയർത്തി. അഗ്നിയെന്ന് വിളിക്ക്. അവൻ്റെ ശബ്ദം. ഓർഡറല്ല, ഒരപേക്ഷ. സർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നും നീ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന്. നക്ഷത്രയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാണ് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തിനാണ് അവൻ ഞാൻ ദൂരെയാവുന്നത് ഇഷ്ടമല്ലാത്തത്? അവൾ മെല്ലെ തലയാട്ടി. ഓക്കെ അഗ്നി, അവൻ്റെ പേര് പറഞ്ഞു. അഗ്നിയുടെ ഉള്ളിൽ ഒരു തണുപ്പ്. അവൾ അവൻ്റെ പേര് വിളിച്ചപ്പോൾ. ഗുഡ്. നൗ വർക്ക്. സ്റ്റാർലൈറ്റ് ഇവൻസിൻ്റെ ക്ലയൻസ് ലിസ്റ്റ് എടുക്ക്. അവൻ ടോപ്പിക്ക് മാറ്റി. അവൾക്ക് നോർമൽ ആവാൻ ടൈം കൊടുത്തു. നക്ഷത്ര ലാപ്ടോപ്പ് തുറന്നു. വർക്കിൽ ഫോക്കസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവളുടെ മനസ്സ് മുഴുവൻ അവനിൽ. അവൻ്റെ ദേഷ്യം, അവൻ്റെ കെയർ, അവൻ്റെ കണ്ണുകൾ. ഹി ഡിസ്റെസ്പെക്റ്റഡ് യു. അവൻ പറഞ്ഞത് അതാണ്. എംപ്ലോയി എന്നതുകൊണ്ട് മാത്രമാണോ? അതോ? പിന്നെ അവൾ അത് ചിന്തിക്കാൻ പോയില്ല. പേടിയാണ് അവൾക്ക്. അഗ്നി അവളെ നോക്കുന്നു. അവൾ നോർമലായി വരുന്നുണ്ട്. അവൻ്റെ ടെൻഷൻ കുറഞ്ഞു. പക്ഷേ ഉള്ളിൽ അഗ്നി ആളുകയാണ്. വരുൺ. അവൻ വന്നത് എന്തിനാണ്? നക്ഷത്രയെപ്പറ്റി അവൻ എങ്ങനെ അറിയാം? അഗ്നിയുടെ കൈ ലാപ്ടോപ്പിൻ്റെ മുകളിൽ മുറുകി. വരുണിൻ്റെ ആ വാക്ക് അതവൻ്റെ കാതിൽ മ്യൂട്ടായി പ്ലേ ആവുന്നുണ്ട്. ഇല്ല, അവളെ ആരും തൊടില്ല. അവളുടെ നിഴലിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. ഈവനിങ് 6 PM. നക്ഷത്ര വർക്ക് ഫിനിഷ് ചെയ്തു. അഗ്നിയുടെ ക്യാബിനിൽ ചെന്ന്, അഗ്നി, ഞാൻ പോട്ടെ. അവൻ ലാപ്ടോപ്പ് അടച്ചു. രവി താഴെയുണ്ട്, കാറിൽ പോണം, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൾ തിരിഞ്ഞു നടന്നു. നക്ഷത്ര, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. യെസ്. ടുമോറോ സാറ്റർഡേ ഓഫീസില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് കാർ അയക്കും ഷോപ്പിങ്ങിന്. നിനക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. മൺഡേ ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്. യു ഷുഡ് ലുക്ക് പെർഫെക്റ്റ്, അവൻ പറഞ്ഞു. എന്തിനാണ് അവൻ ഇത്ര കെയർ ചെയ്യുന്നത്? എന്തിനാണ് അവൻ ഞാൻ പെർഫെക്റ്റ് ആവണമെന്ന് ഇത്രയും വാശി? അവൾക്ക് മനസ്സിലായില്ല. ഓക്കെ എങ്കിലും അവൾ പറഞ്ഞു. പിന്നെ അവൾ പോയി. അഗ്നി അവൾ പോകുന്നത് നോക്കി നിന്നു. അവൾ ലിഫ്റ്റിൽ കയറി ഡോറടഞ്ഞു. അവൻ ഫോൺ എടുത്തു. വിക്രം. യെസ് ബോസ്. വരുൺ എവിടെ? ഗസ്റ്റ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ബോസ്. ഗുഡ്, ഞാൻ വരുന്നു. 10 മിനിറ്റ്. അവൻ ഫോൺ കട്ട് ചെയ്തു. കോട്ടെടുത്തു. ക്യാബിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിറങ്ങി. ലിഫ്റ്റിൽ കയറുമ്പോൾ അവൻ്റെ മുഖം മാറി. ശാന്തത പോയി. ഇപ്പോൾ അവിടെ അഗ്നി മാത്രം. കത്തുന്ന അഗ്നി. വരുണിന് വേണ്ടി മാത്രം. ഹലോ, ഇന്നത്തെ റിവ്യൂസ് പോരട്ടെ. എങ്കിലേ എനിക്ക് എഴുതാനുള്ള എനർജി കിട്ടുള്ളൂ. കാരണം ഇങ്ങനത്തെ സ്റ്റോറി ഞാൻ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. കയ്യിൽ നിന്ന് പോയാ. നിങ്ങളുടെ വാക്കാണ് എൻ്റെ എനർജി. നിങ്ങളാണ് എൻ്റെ ബലം. അപ്പോൾ കമൻസും ലൈക്കും തകർത്തോളൂ.